السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين. أما بعد. പ്രിയപ്പെട്ട അൽബയാൻ ദർസ് അംഗങ്ങളെ, അപ്പോൾ നമ്മൾ സൂറത്തു യാസീനാണ് ഉണ്ടായിരുന്നത്. സൂറത്തു യാസീൻ നമ്മൾ പറഞ്ഞിരുന്നു, കാഫിര്യങ്ങൾ പാവപ്പെട്ട സ്വഹാബികളോട് പറയുന്ന, നിങ്ങൾക്ക് ഭക്ഷണം തരാൻ നിങ്ങൾ ദൈവമില്ലേ, നിങ്ങളുടെ അള്ളാഹുവില്ലേ, പിന്നെ ഞങ്ങളോട് ഭക്ഷണം ചോദിക്കണോ എന്നാണ് നമ്മൾ പറഞ്ഞത്. ഏതായാലും ഇനി ഈ കാഫിര്യങ്ങൾ മരിച്ചു കഴിഞ്ഞ് അല്ലെങ്കിൽ അവർ മരിച്ചു കഴിഞ്ഞ് ഇനി എന്തൊക്കെയാണ് ഉണ്ടാകാൻ പോകുന്നത് എന്നൊക്കെയാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത് ഇൻഷാ അല്ലാഹ്. ഏതായാലും ബാക്കി ഇല്ലാഫി വലാലി മുബീൻ വരെ പറഞ്ഞിരുന്നത് ബാക്കി യഖൂലൂന മതാ ഹാദൽ വഅദു ഇൻ കുൻതും സാദിഖീൻ. അവരിങ്ങനെ സ്വഹാബികളോട് അല്ലെങ്കിൽ മുർസലീങ്ങളോട് അവർ ചോദിക്കുകയാണ്, യഖൂലൂന മതാ ഹാദൽ വഅദു, എവിടെ നിങ്ങളുടെ ഈ ഒരു കരാർ അല്ലെങ്കിൽ നിങ്ങളുടെ ഈ താക്കീത് എവിടെ? നിങ്ങൾ പറഞ്ഞില്ലേ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ശിക്ഷ വരാനുണ്ട്, നിങ്ങൾ മരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആഖിറത്തിൽ നിന്നാണ് ശിക്ഷയുണ്ട്, അതൊക്കെ എവിടെ? യഖൂലൂന മതാ ഹാദൽ വഅദു, എവിടെ നിങ്ങൾ പറഞ്ഞ ഈ ഒരു താക്കീതൊക്കെ ഇവിടെ? അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്ന് ശിക്ഷ കിട്ടും, നിങ്ങൾ നരകത്തിലേക്ക് പോകുമെന്നൊക്കെ പറഞ്ഞില്ലേ, അല്ലെങ്കിൽ ഖിയാമത്ത് നാൾ വരുമെന്നൊക്കെ പറഞ്ഞില്ലേ, ഇതൊക്കെ എവിടെ എന്നവർ ചോദിക്കുകയാണ്. ഇൻ കുൻതും സാദിഖീൻ, നിങ്ങൾ സത്യസന്ധരാണ് എന്നുണ്ടെങ്കിൽ, അവർ മുർസലീങ്ങളോട് പറയണം, നിങ്ങൾ പറയുന്ന വാക്കിൽ സത്യസന്ധതയുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തെളിയിക്ക്, എവിടെ നിങ്ങൾ പറഞ്ഞ ഈ താക്കീതൊക്കെ കൂടെ, എവിടെയാണ് ആ ശിക്ഷ, അല്ലെങ്കിൽ എവിടെയാണ് അദാബ് നിങ്ങളുടെ അള്ളാഹു പറഞ്ഞ കൂടെ? അള്ളാഹു പറയണം അവരോട്, മായൻദുറൂന ഇല്ലാ സ്വീഹത്തും വാഹിദ, അവരൊക്കെ പ്രതീക്ഷിക്കുന്നത് ഒരൊറ്റ ഊത്തിനെയാണ്. നാളെ അവർ ചോദിക്കുന്ന ചോദ്യത്തിനുണ്ടല്ലോ, ചോദ്യത്തിന് ഒറ്റ മറുപടിയുള്ളൂ. ആ ഇസ്രാഫീലിനോട് ഒരു ഊത്ത് ഊതാൻ പറഞ്ഞാൽ ഇവർ ചോദ്യത്തിന് മറുപടിയൊക്കെ ഖിയാമത്ത് നാളാകും. ആ ഖിയാമത്ത് നാളിലൂടെ എല്ലാവരും മരിക്കുകയും ഖബർ ജീവിതവും അതുപോലെ തന്നെ ഖബർ ശിക്ഷയും ആഖിറത്തിലെ മഹ്ശറയും അതുപോലെ നരകവും ഒക്കെ ഇവർ കാണും ഒരൊറ്റ ഊത്തിലൂടെ. അപ്പോൾ അള്ളാഹു പറയാണ്, നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഒരൊറ്റ ഊത്തിനെ മാത്രമാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ നിങ്ങൾ ഈ ചോദ്യത്തിനൊക്കെ മറുപടി ഒരൊറ്റ ഊത്ത് മാത്രമാണ്. നഫ്ഖത്തുൻ വാഹിദ എന്നാണ്, സ്വൈഹത്തുൻ വാഹിദ എന്നാണ് ഒറ്റ ഊത്ത്. ഇസ്രാഫീൽ അലൈഹിസ്സലാമിനെ അള്ളാഹു ഏൽപ്പിക്കുന്ന വഹും യഖ്സിമൂൻ, ഈ ഒരു ഊത്തുണ്ടല്ലോ അത് അവരൻ പിടിക്കും. വഹും യഖ്സിമൂൻ, അവരിങ്ങനെ തർക്കിക്കുന്നതിനിടയിൽ. അപ്പോൾ കാഫിര്യങ്ങൾ അല്ലെങ്കിൽ എന്ത് ചെയ്യാം, പരിശുദ്ധ ഇസ്ലാമിനെ അംഗീകരിക്കാത്ത ആളുകൾ അവരിങ്ങനെ ഓരോ കാര്യത്തിന്, ദുന്യാവിന് വേണ്ടിയിട്ടും അതിൻ്റെ സമ്പത്തിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ ഓരോ രാഷ്ട്രീയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ തർക്കിക്കുകയും അത് നെട്ടോട്ടം ഓടുകയും ചെയ്യുന്നതിനിടയിലായിരിക്കും പെട്ടെന്ന് അവരെ മൂർദാവിൽ പിടിക്കുന്ന, അവരെ പിടിച്ചു കെട്ടുന്ന ഈ ഒരു ഖിയാമത്ത് നാൾ സംഭവിക്കുക, അല്ലെങ്കിൽ ഇസ്രാഫീൽ അലൈഹി ഇസ്ലാമിൻ്റെ ഊത്തുണ്ടാവുക ആ സമയത്തായിരിക്കും എന്നർത്ഥം. അപ്പോൾ ദുന്യവിയായ കാര്യങ്ങളിങ്ങനെ അവർ മുഴുകിക്കൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും ഒരു പക്ഷേ പെട്ടെന്ന് ഖിയാമത്ത് നാൾ സംഭവിക്കുക, അല്ലെങ്കിൽ ഇസ്രാഫീൽ അലൈഹി ഇസ്ലാമിൻ്റെ ഊത്ത് വരിക. ആ ഊത്തോടുകൂടെ ലോകം മൊത്തം നശിക്കും. ഫലാ യസ്തതിഊന തൗസിയത്തൻ, അവർക്ക് ഒരു വസിയത്ത് കൊടുക്കാൻ പോലും സാധിക്കില്ല. മരിക്കാൻ നേരത്തെ അല്ലെങ്കിൽ മരിക്കാൻ കിടക്കുന്ന ആളുകൾ എന്ത് ചെയ്യും, മക്കൾക്കോ അല്ലെങ്കിൽ കുടുംബക്കാർക്ക് വസിയത്ത് കൊടുക്കും, ഇന്ന കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നാൽ അങ്ങനെ ഒന്ന് വസിയത്ത് ചെയ്യാൻ പോലും അവർക്ക് സാധിക്കുകയില്ല. വല ഇല അഹ്ലിഹിം യർജിഊൻ, അവർ ഒരു പക്ഷേ അങ്ങാടിയിലായിരിക്കും, കളിസ്ഥലത്തായിരിക്കും, അല്ലെങ്കിൽ പുറത്തെവിടെയെങ്കിലും ആയിരിക്കും. പക്ഷെ അങ്ങനെ ഈ ഇസ്രാഫീൽ ഈ ഊത്ത് ഊതുമ്പോൾ, കാഹളത്തിൽ ഊതുമ്പോൾ അല്ലെങ്കിൽ ഖിയാമത്ത് നാൾ സംഭവിക്കുമ്പോൾ വീട്ടിലേക്ക് മടങ്ങി വരാൻ അവർക്ക് സാധിക്കില്ല. എവിടെയാണോ ഉള്ളത് അവിടെ തന്നെ എന്ത് ചെയ്യും, അവർ മരിക്കും. ആ ഒരൊറ്റ ഊത്തുകൊണ്ട് ലോകത്തെ എല്ലാ ആളുകളും മരിക്കുകയാണ്. എവിടെയാണോ ഉള്ളത് അവിടുന്ന് മരിക്കും. വീട്ടിലേക്ക് മടങ്ങി വരാനോ അല്ലെങ്കിൽ കൂട്ടുകുടുംബക്കാരോട് വസിയത്ത് ചെയ്യാനുള്ള സമയം പോലും കിട്ടുകയില്ല എന്നാണ്. വനുഫിഖ ഫിസ്സൂർ, ഇനിയോ അള്ളാഹു പറയാണ്, രണ്ടാമതൊരു ഊത്തും കൂടി ഊതും. ഇസ്രാഫീൽ അലൈഹി ഇസ്ലാം രണ്ടാമതൊരു ഊത്തും കൂടി ഊതും. അവരെന്ത് ചെയ്യുന്നത്, ആ ഖബറിൽ നിന്നിങ്ങനെ ഒന്നാമത്തെ ഊത്തിൻ്റെയും രണ്ടാമത്തെ ഊത്തിൻ്റെയും ഇടയിൽ 40 വർഷം ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. പല അഭിപ്രായങ്ങളുണ്ട്. നമ്മുടെ ജലാലീന് പറയുന്നത് 40 വർഷമാണ് ഈ ഒന്നാമത്തെ ഊത്തിൻ്റെയും രണ്ടാമത്തെ ഊത്തിൻ്റെയും ഇടയിലുള്ളത്. 40 വർഷം ആളുകൾ ഇങ്ങനെ മയ്യത്തായിട്ട് ഇങ്ങനെ കിടക്കുകയായിരിക്കും. ഫഇദാഹും, അങ്ങനെ രണ്ടാമത്തെ ഊത്ത് ഊതിക്കഴിഞ്ഞാൽ ഫഇദാഹും മിനൽ അജ്ദാസി ഇലാ റബ്ബിഹിം യൻസിലൂൻ, അവരൊക്കെ ഈ ഖബറിൽ കിടക്കുന്ന ഖബറാളികളെല്ലാം അവരുടെ ഖബറുകളിൽ നിന്ന്, മിനൽ അജ്ദാസ് എന്ന അവരുടെ ഖബറുകളിൽ നിന്ന് ഇലാ റബ്ബിഹിം യൻസിലൂൻ, അവരുടെ അള്ളാഹുവിലേക്ക്, അവരുടെ രക്ഷിതാവിലേക്ക് ഓടുകയായിരിക്കും. അവരിങ്ങനെ എന്ത് ചെയ്യാം, ഇവിടെ നിന്ന് നീച്ചിട്ട് എന്താളിപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു വേറെ ലോകമാണത്. ഇപ്പം നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അങ്ങനെ മരിച്ച് അവരൊക്കെ എല്ലാവരും ഇങ്ങനെ എണീറ്റിട്ട് ഇങ്ങനെ അള്ളാഹുവിലേക്ക് ഇങ്ങനെ ഓടുക, എല്ലാവരും ഇങ്ങനെ ഓടുന്നത്. ഇപ്പോൾ നിലവിലിപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കാൻ വീഡിയോകളും അല്ലെങ്കിൽ AI ജനറേറ്റഡ് എന്തെങ്കിലും വീഡിയോ ഒക്കെ ഇപ്പോൾ ഓടുന്നുണ്ട് യൂട്യൂബിലും അല്ലെങ്കിലൊക്കെ. അപ്പോൾ അതൊക്കെ കണ്ടാൽ എന്ത് ചെയ്യും, ഇതിൻ്റെ ഒരു എന്ത് ചെയ്യും, സാങ്കല്പികമായിട്ട് ഇങ്ങനെ എന്ത് ചെയ്യാം, നമ്മൾ മനസ്സിലാക്കുന്ന രീതിയിലുള്ള ഒരു വീഡിയോ ഒക്കെ നമ്മൾ കാണാം. പക്ഷേ യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ മാർക്കും അത് മനസ്സിലാവില്ല, എങ്ങനെ എന്തായിരിക്കും ആ ഒരു അവസ്ഥ എന്നുള്ളത്. ഏതായാലും അള്ളാഹു പറയാണ്,
രണ്ടാമത്തെ രൂത്ത് ഊത്തി കഴിഞ്ഞാൽ ഈ ഖബറിൽ കിടക്കുന്ന ഖബറാളികളൊക്കെ ഒറ്റ എണീറ്റിട്ട് ഓടലായിരിക്കും, ഒരു ഓടൽ അള്ളാഹുവിലേക്ക് എന്ത് ചെയ്യാം, ഓടുക. ഫഖാലു, അവരിങ്ങനെ കാഫിരിങ്ങൾ പറയാണ്, യാ വൈലന, നമ്മുടെ നാശമേ, യാ വൈലന, നമ്മുടെ നാശമേ, മം ബഅസ്നാ മിൻ മർഖദിനാ ഹാദാ, അല്ലെങ്കിൽ മം ബഅസ്നാ മിൻ മർഖദിനാ, അവര് ഈ കിടപ്പറയിൽ നിന്ന് ഞങ്ങളെ ഉണർത്തിയതാരാ, ഞങ്ങളെ വീണ്ടും പുനർജീവിപ്പിച്ചതാരാ എന്നൊരു ചോദിക്കുകയാണ്. അവർ പറയാം, ഞങ്ങൾ നാശമേ. കാരണം ഈ കാഫിര്യങ്ങൾ നേരത്തെ പറഞ്ഞിരുന്ന, നിരീശ്വരവാദികൾ നേരത്തെ പറഞ്ഞിരുന്നത് എന്തായിരുന്നു? മരിക്കലോടുകൂടെ എല്ലാം അവസാനിച്ചു, ഇനിയൊരു പുനർജന്മം അങ്ങനെ ഇല്ല എന്നായിരുന്നു. പക്ഷെ അവർ ഖബറിൽ നിന്ന് പുനർജീവിക്കുമ്പോൾ അവരിങ്ങനെ ചോദിക്കുക, ഇതുവരേക്കും ഞങ്ങളിങ്ങനെ വെറുതെ മയ്യത്തായിട്ട് കടന്നിരുന്നത് ഈ ഒരു കിടപ്പറയിൽ നിന്ന് ഞങ്ങളെ വീണ്ടും ഉണർത്തിയതാരാ, പുനർജീവിപ്പിച്ചതാരാ? അവർ ചോദിക്കുകയാണ്. ഹാദാ മാ വഅദ റഹ്മാൻ. അപ്പോൾ അവർക്ക് തോന്നുകയാണ്, ഇതാണ് അള്ളാഹു നമുക്ക് താക്കീത് നൽകിയത്. വസദഖൽ മുർസലൂൻ, മുർസലീങ്ങൾ സത്യം പറഞ്ഞിരുന്ന, മുർസലീങ്ങൾ ഞങ്ങളോട് പറഞ്ഞിരുന്നു ആഖിറത്തിലൊരു ജീവിതം വരാനുണ്ട്, പുനർജീവിതം വരാനുണ്ടെന്ന് ഞങ്ങളോട് പറഞ്ഞിരുന്നു. മുർസലീങ്ങൾ സത്യമായി പറഞ്ഞ, അള്ളാഹു താക്കീത് നൽകിയ ഒരു അവസരം ഇതാണില്ലേ എന്ന് അവർക്ക് അപ്പോഴാണ് ബോധ്യപ്പെടാം. ദുന്യാവിന് എത്ര പറഞ്ഞിട്ട് ബോധ്യപ്പെടാത്ത ആളുകൾ രണ്ടാമത്തെ ഉത്തൂതി ഖബറിൽ നിന്ന് എണീക്കുമ്പോഴായിരിക്കും ഇതിപ്പോൾ ഏതാ ലോകം എന്നവർ ചിന്തിക്കുമ്പോഴാണ് ഓർമ്മ വരിക, അള്ളാഹു പറഞ്ഞിരുന്ന, അള്ളാഹു താക്കീത് നൽകിയിരുന്ന, മുർസലീങ്ങൾ പറഞ്ഞിരുന്ന, മുസ്ലിമീങ്ങൾ പറഞ്ഞിരുന്ന ഈ രണ്ടാമത്തെ ലോകം ഇതാണല്ലേ എന്നവർക്ക് അപ്പം തോന്നും. ഇൻ കാനത്ത് ഇല്ലാ സുഹത്തും വാഹിദ ഫഇദാഹും ജമീഉൽ ലദീനാ മുഹ്ദറൂൻ. അള്ളാഹു പറയാൻ, ഒരൊറ്റ ഊത്തുകൊണ്ട് മാത്രം ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ മരിച്ചു കിടന്നിരുന്ന ആളുകൾ എല്ലാവരും കൂടി അള്ളാഹുവിന് മുമ്പിൽ ഇങ്ങനെ ഹാജരാവാണ്. ഇൻ കാനത്ത് ഇല്ലാ സുഹത്തും വാഹിദ, ഒരൊറ്റ ഊത്ത് മാത്രമായിരുന്നു. ഫഇദാഹും ജമീഉൽ ലദീനാ മുഹ്ദറൂൻ, അവരെല്ലാവരും നമ്മളടിയിൽ ആണ് ഒരുമിച്ച് കൂടി എന്നുള്ളത്. അവരെല്ലാവരും കൂടി എൻ്റെ മുമ്പിൽ ഹാജറായി എന്ന് അള്ളാഹു പറയാൻ. ഫല്യവും അള്ളാഹു പറയാണ്, ഫല്യവും ലാ തുദ്ലമു നഫ്സുൻ ശൈഅ, ഇന്നേ ദിവസം ഒരു ശരീരവും ആക്രമിക്കപ്പെടുകയില്ല എന്ന് പറഞ്ഞാൽ അനീതി കിട്ടുകയില്ല, നീതി കിട്ടാതിരിക്കുകയില്ല ഇന്നത്തെ ദിവസം. ദുന്യാവിൽ വെച്ച് പലപ്പോഴും ഒരു പക്ഷേ നീതി കിട്ടാത്തവരുണ്ടാവാം, ന്യൂനപക്ഷങ്ങൾക്ക് നീതി കിട്ടാത്തതുണ്ടാവാം, അല്ലെങ്കിൽ പാവപ്പെട്ടവർക്ക് നീതി കിട്ടാത്തതുണ്ടാവാം, പീഡിപ്പിക്കപ്പെട്ട വർഗത്തിന് ഒരു പക്ഷേ നീതി കിട്ടാത്തതുണ്ടാവാം. പക്ഷേ ആഖിറത്തിൽ അള്ളാഹുവിന് മുമ്പിൽ നീതി കിട്ടാത്ത ഒരു ശരീരം പോലും ഉണ്ടാവുകയില്ല. വലാ തുജൗന ഇല്ലാ മാ കുൻതും തഅമലൂൻ, അവർ ദുന്യാവിൽ പ്രവർത്തിച്ചതല്ലാത്ത വേറെ ഒന്നും അവർക്ക് ജസാ കിട്ടുകയില്ല. കാരണം അവർ ദുന്യാവെന്ന് ചെയ്ത ഓരോ കാര്യങ്ങളുണ്ടാകും, ആ കാര്യങ്ങളല്ലാത്ത മറ്റു ജസാ ഒന്നും അവർക്ക് ഉണ്ടാവുകയില്ല. വലാ തുജൗന ഇല്ലാ മാ കുൻതും തഅമലൂൻ ഫി ദുനിയ എന്നർത്ഥം. ദുന്യാവിൽ വെച്ച് അവർ പ്രവർത്തിച്ചിട്ടുണ്ടല്ലോ, അതിന് പകരമായിട്ട് അവരിന് ജസാ അല്ലാത്ത ഒന്നും അവർക്ക് കിട്ടില്ല. അപ്പോൾ ദുന്യാവിൽ നിന്ന് തെറ്റുകൾ ചെയ്ത ആളുകൾക്ക് അതിനുള്ള ശിക്ഷയും നന്മകൾ ചെയ്ത ആളുകൾക്ക് അതിനുള്ള കൂലിയും അള്ളാഹു നൽകുന്ന ഒരു ദിവസമാകുന്നു. ഇന്ന അസ്ഹാബുൽ ജന്ന, ഇനി സ്വർഗാവകാശികളെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാം. ഇന്ന അസ്ഹാബുൽ ജന്നത്തിൽ യൗമ ഫീ ശുഗ്ലിൻ ഫാക്കിഹൂൻ, സ്വർഗത്തിലെ അവകാശികൾ, സ്വർഗത്തിലെ ആളുകളുണ്ടല്ലോ, അവർ അല്യവും ഈ ദിവസം ഫീ ശുഗ്ലിൻ, അവർ ജോലിയിലാണ്. ഓരോ ജോലികൾ സ്വർഗത്തിലെ ഓരോ അനുഗ്രഹങ്ങൾ ഇങ്ങനെ അനുഭൂതികൾ ഇങ്ങനെ ആസ്വദിക്കുന്ന ഒരു തിരക്കിലായിരിക്കും സ്വർഗാവകാശികൾ. സ്വാഭാവികമായിട്ടും നമ്മളൊരു പുതിയ വീട്, ഒരു വലിയ ആഡംബരമായ വീട് കാണാൻ പോയാൽ സ്വാഭാവികമായിട്ടും നമ്മൾ കുറച്ചു നേരം ആ വീടിൻ്റെ എല്ലാ സുഖ സൗകര്യങ്ങളും ഇങ്ങനെ ആസ്വദിക്കും. അല്ലെങ്കിൽ നമ്മളൊരു വലിയ കല്യാണത്തിന് പോയാൽ അവിടെയുള്ള എല്ലാ സുഖ സൗകര്യങ്ങളും ഒക്കെ ഇങ്ങനെ ആസ്വദിക്കും. അവിടുന്ന് തിന്നാൻ കിട്ടുന്നു, കുടിക്കാൻ കിട്ടുന്നു ഒക്കെ ഇങ്ങനെ കുടിച്ച് അങ്ങനെ ആ ഒരു ശുഗിലായിരിക്കും നമ്മളുണ്ടാവുക, ആ ഒരു എൻഗേജ്ഡ് ആയിരിക്കും. എന്നതുപോലെ സ്വർഗാവകാശികൾ അന്നിങ്ങനെ എൻഗേജ്ഡാണ്. ഓരോ ജോലിയിൽ മുഴുകിയവരായിരിക്കും അവർ. ഫാക്കിഹൂൻ എന്ന് പറഞ്ഞാൽ അവരിങ്ങനെ ആർമാദിക്കുന്ന, തുല്ലസിക്കുന്ന, അല്ലെങ്കിൽ അവർ ഇങ്ങനെ വളരെ സന്തോഷത്തോടെ അവരെ ഇങ്ങനെ ആഹ്ലാദിക്കുന്ന, ആനന്ദിക്കുന്ന ഒരു സമയമാണ്. ഹും വഅസ്വാജുഹും ഫീ ദിലാൻ, സ്വർഗത്തിലെ ഒരവസ്ഥകൾ പറയാണ്. ഹും, ഈ മുഅ്മിനീങ്ങളും അസ്വാജുഹും അവരുടെ ഭാര്യമാരും അവരുടെ ഇണകളും ഭർത്താക്കന്മാരും ഒക്കെ ഫീ ദിലാൻ, തണലിലായിരിക്കും. മഹ്ശറയിൽ അല്ലെങ്കിൽ നരകത്തിൽ കത്തിജ്വലിക്കുന്ന ആ ഒരു നരകത്തിൽ അല്ലെങ്കിൽ മഹ്ശറയിലൊക്കെ ആളുകൾ ഇങ്ങനെ ഉയർത്തൊലിക്കുമ്പോൾ അല്ലെങ്കിൽ ആളുകൾ ഇങ്ങനെ കത്തിക്കരിയുമ്പോൾ ഈ മുഅ്മിനീങ്ങൾ സ്വർഗത്തിൽ ഇങ്ങനെ തണലിലായിരിക്കും. അവർക്ക് സൂര്യനോ അല്ലെങ്കിൽ വെളിച്ചമോ അല്ലെങ്കിൽ ഇങ്ങനെ ചൂടോ ഒന്നും ഏൽക്കുകയില്ല. അലൽ അറായിക്ക് മുത്തക്കിഊൻ, അറായിക്ക് എന്ന് പറഞ്ഞാൽ സോഫ എന്ന് പറയും നമ്മളെ മനസ്സിൽ. സോഫ ഇപ്പോൾ നമ്മളെ കാണുന്ന രീതിയിലുള്ള സോഫ, അല്ലെങ്കിൽ അങ്ങനെ കട്ടിലൊക്കെ ഉണ്ടാവും, അങ്ങനെ കട്ടിലും ഒക്കെ അല്ലെങ്കിൽ സോഫയിലുമൊക്കെ അവർ മുത്തക്കി എന്ന് പറഞ്ഞാൽ ചാരിയിരിക്കുന്നതാണ്. എന്നാൽ സന്തോഷകരമായ അവസ്ഥയിൽ ആയിരിക്കും നമ്മൾ സോഫയിലൊക്കെ ചാരിയിരിക്കുന്നത്, വളരെ സന്തോഷമായ അവസ്ഥയിലായിരിക്കും ഉണ്ടാവുക. അതാണ്
ഞാൻ വളരെ ലാവിഷായിരിക്കുന്ന ഒരു സമയമാണ് ആ സ്വർഗത്തിൽ എന്നർത്ഥം. ലഹും അവർക്ക് ഫിഹ ആ സ്വർഗത്തിലുണ്ട് ഫാക്കിഹത്തുൻ സ്വർഗത്തിൽ അവർക്ക് ഫാക്കിഹത്തുൻ അവർക്ക് പഴങ്ങളുണ്ട്. ദുന്യാവിലുള്ളതും ഇല്ലാത്തതുമായ, ദുന്യാവിൽ നിന്ന് നമ്മൾ കണ്ടതും കാണാത്തതുമായ എല്ലാ പഴങ്ങളും ഇവിടെ സ്വർഗത്തിലുണ്ട്. വലഹും ഫിഹ മാ യദ്ദഊൻ അവർ വാദിക്കുന്ന, അവർ ആഗ്രഹിക്കുന്ന എല്ലാം സ്വർഗത്തിൽ ഉണ്ട് എന്നുള്ളതാണ്. സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം. അങ്ങനെ ഇവർ സ്വർഗത്തിൽ പ്രവേശിച്ച് സ്വർഗത്തിൻ്റെ ആ ആനന്ദവും ആഹ്ലാദവും ഒക്കെ ഇങ്ങനെ ഇവർ ആസ്വദിക്കുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് പറയും സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം, അള്ളാഹുവിൽ നിന്നുള്ള രക്ഷ നിങ്ങൾക്കുണ്ടാവട്ടെ. കാരണം അള്ളാഹു എന്ത് ചെയ്യുന്നത്, അവർ അഭിസംബോധന ചെയ്യാൻ, സ്വർഗാവകാശികൾ അഭിസംബോധന ചെയ്യാൻ. സ്വാഭാവികമായിട്ടും നമ്മൾ ഒരു സ്ഥലത്ത് പോയിട്ട് അവിടുത്തെ സൗകര്യങ്ങളും ആസ്വദിക്കുകയൊക്കെ നമ്മളങ്ങനെ ആസ്വദിച്ച് അവസാനം അതിൻ്റെ ഓണർ വരുമ്പോൾ എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു ബഹുമാനം ഉണ്ടാവുമല്ലോ. ആ ഓണർ വന്നിട്ട് എല്ലാവരെയും അഭിസംബോധന ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം, ആ ഒരു സന്തോഷമായിരിക്കും സ്വർഗത്തിലെ ആളുകൾക്ക് എന്നാണ് അള്ളാഹു പറയുന്നത്. അങ്ങനെ എന്ത് ചെയ്യുന്നത്, വംതാസുലിയുമ അള്ളാഹു അപ്പം പറയും, ആരുടെ കാഫിര്യങ്ങളോട് പറയും, വംതാസുലിയുമ അയ്യുഹൽ മുജ്രിമൂൻ, മുജ്രിമീങ്ങൾ, ഈ സത്യനിഷേധികളെ, തെമ്മാടികളെ, നിങ്ങൾ മാറി നിൽക്കൂ. ഇത് സ്വർഗ അവകാശികൾക്കുള്ള, ദുന്യാവിൽ എന്നെ അനുസരിച്ച, എന്നെ വഴിപ്പെട്ട, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കേട്ട ആളുകൾക്കുള്ള സൗകര്യമാകുന്നു ഇത്. കാഫിര്യങ്ങളെ അല്ലെങ്കിൽ തെമ്മാടികളെ മാറി നിൽക്കൂ, നിങ്ങൾക്ക് ഈ വഴിക്കുള്ള പ്രവേശനമേ ഇല്ല. വംതാസു നിങ്ങൾ മാറി നിൽക്കൂ, അല്ലയും ഇന്ന ദിവസം അയ്യുഹൽ മുജ്രിമൂൻ, തെമ്മാടികളെ. കാരണം ദുന്യാവിൽ വെച്ച് മുഅ്മിനീങ്ങളെ, ആ ഈമാൻ സ്വീകരിക്കാതെ മുഅ്മിനീങ്ങളെ പ്രയാസപ്പെടുത്തിയ തെമ്മാടികളെ നിങ്ങൾ മാറി നിൽക്കൂ. അലം അഹദിയിലേക്കും അള്ളാഹു പറയാണ്, അലം അഹദിയിലേക്കും ഞാൻ നിങ്ങൾക്ക് കരാർ ചെയ്തിട്ടില്ലായിരുന്നുവോ, നിങ്ങളോട് പറഞ്ഞിട്ടില്ലായിരുന്നുവോ, യാ ബനി ആദം, ആദം സന്തതികളെ. എങ്ങനെ നിങ്ങളോട് പറഞ്ഞത്, ആ മുർസലീങ്ങൾ വഴി, നിങ്ങളോട് കിതാബ് വഴി നിങ്ങളോട് പറഞ്ഞിട്ടില്ലായിരുന്നോ, അല്ലാ തഅബ്ദു ഷെയ്ത്താനെ നിങ്ങൾ ആരാധിക്കരുത്, ഷെയ്ത്താനെ നിങ്ങൾ വഴിപ്പെടരുത് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലായിരുന്നുവോ. ഇന്നഹു ലക്കും അദുവ്വുൻ മുബീൻ, ഷെയ്ത്താൻ നിങ്ങൾക്ക് വ്യക്തമായ ഒരു ശത്രുവാണ്. മനുഷ്യന്മാരിൽ ശത്രുക്കൾക്ക് ഉണ്ടാവാം, ഒരു പക്ഷേ മിത്രമാവാം കുറച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ ശത്രുതയിലൊക്കെ പാളിച്ചകളുണ്ടാവാം. പക്ഷേ ഒരു പാളിച്ചയുമില്ലാത്ത ഷെയ്ത്താൻ ശത്രുതയുടെ വിഷയത്തിൽ മുഅ്മിനീങ്ങളുടെ ശത്രുത ചെയ്യണമെന്നും മുഅ്മിനീങ്ങളെ വഴിവേൽപ്പിക്കണമെന്നും നേർച്ചാക്കിയതാണ് ഷെയ്ത്താൻ. അങ്ങനത്തെ നിങ്ങളുടെ വ്യക്തമായ ശത്രുവാണ് ഷെയ്ത്താൻ എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലായിരുന്നുവോ. അള്ളാഹു പറയാൻ വഅനിഅബ്ദൂനി എന്ന് മാത്രമല്ല, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അനിഅബ്ദൂനി നിങ്ങളെല്ലാവരും എന്നെ മാത്രം നിങ്ങൾ ആരാധിക്കണം, വേറെ ആരെയും ആരാധിക്കരുത്, എന്നെ മാത്രം നിങ്ങൾ ആരാധിച്ചാൽ മതിയെന്നും. ഹാദാ സിറാത്തുൽ മുസ്തഖീം, ഇതാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാമാണ്, സിറാത്തുൽ മുസ്തഖീം, നേരായ വഴി എന്നും ഒക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലായിരുന്നുവോ എന്ന് അള്ളാഹു ഈ കാഫിരീങ്ങളോട് അപ്പം പറയാം. ഇവിടുന്ന് ആഖിറത്ത്. അപ്പോൾ സ്വർഗാവകാശികൾ സ്വർഗത്തിൽ ഇങ്ങനെ ആനന്ദിക്കുമ്പോൾ, ആഹ്ലാദിക്കുമ്പോൾ, ആസ്വദിക്കുമ്പോൾ ആരുടെ, കാഫിര്യങ്ങളോട്, തെമ്മാടികളായ കാഫിര്യങ്ങളോട് അള്ളാഹു പറയാണ്, ഇതൊന്നും ആസ്വദിക്കാൻ നിങ്ങൾക്ക് അവസരമില്ല. കാരണം ദുന്യാവിൽ വെച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, ഷെയ്ത്താനെ നിങ്ങൾ ആരാധിക്കരുത്, എന്നെ മാത്രം ആരാധിക്കണമെന്നും എന്നെ വിശ്വസിക്കണമെന്നും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കേൾക്കണമെന്നും നിങ്ങളോട് പറഞ്ഞിരുന്നു. പക്ഷേ നിങ്ങൾ അങ്ങനെ അനുസരിച്ചില്ല. വലഖദ് അദല്ല മിൻകും ജിബില്ലൻ കസീറ, വലഖദ് അദല്ല മിൻകും നിങ്ങളിൽ നിന്ന് ഈ ഷെയ്ത്താൻ വഴിപിഴപ്പിച്ചിരിക്കുന്നു, ജിബില്ലൻ കസീറ ധാരാളം ആളുകളെ, നിങ്ങളുടെ മുമ്പുള്ള തലമുറകളെ, ധാരാളം തലമുറകളെയും. എന്നാൽ ആദം നബി അലൈഹി ഇസ്ലാമിൻ്റെ ആ കാലഘട്ടത്തിൽ തന്നെ ഈ ഷെയ്ത്താനെ, ഇബ്ലീസിനെ അള്ളാഹു സൃഷ്ടിച്ചിട്ടുണ്ട്. ഖിയാമത്ത് നാൾ വരെ ആ ഇബ്ലീസ് ഉണ്ടാവും ചെയ്യും. അതുകൊണ്ട് നിങ്ങൾക്ക് മുമ്പുള്ള തലമുറകളെയും ധാരാളം തലമുറകളെയും ഈ ഷെയ്ത്താൻ നശിപ്പിച്ചിട്ടുണ്ട്, വഴിപിഴപ്പിച്ചിട്ടുണ്ട്. പിന്നെ എന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് അഫലം തകൂനു തഅഖിലൂൻ, എന്നിട്ടും നിങ്ങളൊന്നും ചിന്തിച്ചില്ലേ, ഈ പറഞ്ഞ കാര്യം നിങ്ങൾ ഉൾക്കൊണ്ടിട്ടില്ലല്ലോ, അല്ലെങ്കിൽ ഷെയ്ത്താനെ നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കുകയും ചെയ്തില്ലല്ലോ. ഹാദിഹി ജഹന്നമുല്ലത്തി കുന്തും തുഅദൂൻ, നിങ്ങൾ ദുന്യാവെന്ന് ചോദിച്ചിരുന്നല്ലോ, മുർസലീങ്ങളോട് ചോദിച്ചിരുന്ന നിങ്ങൾ, അല്ലെങ്കിൽ സ്വഹാബികളോട് നിങ്ങൾ ചോദിച്ചിരുന്നു, നിങ്ങൾ വാഗ്ദാനം ചെയ്ത അല്ലെങ്കിൽ നിങ്ങൾ താക്കി നൽകിയ നരകം, ശിക്ഷ, ആഖിറം ഒക്കെ എവിടെ എന്ന് ചോദിച്ചിരുന്നല്ലോ. ഇതാ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട നരകം ഇതാക്കുന്നു. ഹാദിഹി ഇതാ ജഹന്നം, നരകം, അല്ലത്തി കുന്തും തുഅദൂൻ, നിങ്ങൾ താക്കീത് നൽകപ്പെട്ടിരുന്ന ഒരു നരകമുണ്ടല്ലോ, നിങ്ങൾക്ക് നരകം വരാൻ പോകുന്നുണ്ടെന്ന് പറഞ്ഞ ആ നരകം ഇതാക്കുന്നു എന്ന് അള്ളാഹുവിനെ കാണിച്ചു കൊടുക്കും. ഇസ്ലൗഹൽ യൗമ കുന്തും തക്ഫുറൂൻ, ഇസ്ലൗഹ ആ നരകത്തിലേക്ക് നിങ്ങൾ പ്രവേശിച്ചോളൂ, അല്യവും ഇന്നേ ദിവസം ബിമാ കുന്തും തക്ഫുറൂൻ, നിങ്ങൾ ദുന്യാവിൽ വെച്ചിട്ട് എന്നെ ധിക്കരിച്ച, എന്നെ അനുസരിക്കാത്ത, എന്നെ വിശ്വസിക്കാത്തത് കാരണത്താൽ, അള്ളാഹു പറയാൻ എന്നെ ഈമാൻ എന്നെ വിശ്വസിക്കാത്ത കാരണത്താൽ, നിങ്ങൾ കുഫർ കാണിച്ചത് കാരണത്താൽ, കാഫിര്യങ്ങളായത് കാരണത്താൽ നിങ്ങൾ ഈ ആഖിറത്തിൽ നരകത്തിലേക്ക് പ്രവേശിച്ചോളൂ എന്ന്.
അപ്പം പിന്നെ ആളുകൾ പറയുന്നത് ഇല്ല, ഞങ്ങൾ എന്ത് ചെയ്യുന്നത്, ഈ കാഫിര്യങ്ങൾ പറയാ ഇല്ല ദുനിയാവിൽ വെച്ച്, കാരണം അവർക്ക് നരകത്തിൻ്റെ ഭയാനകത കാണുമ്പോൾ, സ്വർഗത്തിലെ ആ സുഖങ്ങൾ കാണുമ്പോൾ ഇവരിങ്ങനെ പറയാണ് ഇല്ലല്ല ഞങ്ങൾ എന്ത് ചെയ്തേ, ഞങ്ങൾ നിന്നെ അംഗീകരിച്ചിരുന്നു, ഞങ്ങൾ നിന്നെ വിശ്വസിച്ചിരുന്നു എന്ന് അവർ കള പറയാൻ ശ്രമിക്കും. പക്ഷേ അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിം, അള്ളാഹു പറയണേ അവരുടെ വായയുടെ മുകളിൽ ഞാൻ സീൽ വെക്കും. നഖ്തിമു അലാ അഫ്വാഹിം, അവരുടെ വായയുടെ മുകളിൽ ഞാൻ സീൽ വെക്കും എന്നാണ്. അപ്പോൾ സീൽ വെക്കുക എന്ന് പറഞ്ഞാൽ ആ വായൊക്കെ നമ്മൾ എന്ത് ചെയ്യും, അടക്കും എന്നുള്ളതാണ്. ഇത് നമുക്ക് സങ്കല്പിക്കാൻ കഴിയണമെന്നില്ല, കാരണം ആഖിറത്തിലെ കാര്യങ്ങളാണ്. ഇതിപ്പോൾ എങ്ങനെയാണ് വായൻ്റെ മേൽ സീൽ വെക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്ന സീലിങ്ങനെ വെക്കുക എന്താണെന്ന് അറിയില്ല. എന്ന് പറഞ്ഞാൽ അവരുടെ വായൊക്കെ അള്ളാഹു അടപ്പിക്കും. തുക്കല്ലിമുന ഐതിഹ്യം ദശുദ്ധ അർജുലുഹും, അള്ളാഹു പറയുകയാണെ തുക്കല്ലിമുന ഐതിഹ്യം, അവരുടെ കൈകളാണ് നമ്മോട് സംസാരിക്കുക. തഷ്ഹദു അർജുലുഹും, അവരുടെ കാലുകൾ എന്ത് ചെയ്യും, നമുക്ക് സാക്ഷി നിൽക്കും. ഇന്ന വ്യക്തി ഇന്ന സ്ഥലത്തേക്ക് പോയിരുന്നു, ഇന്ന വ്യക്തി ഇന്ന കാര്യങ്ങൾ ചെയ്തിരുന്നു, ഇന്ന കാര്യങ്ങൾ അവൻ തൊട്ടിരുന്നു പിടിച്ചിരുന്നു എന്നുള്ളത് നാവ് കൊണ്ടല്ല, അല്ലെങ്കിൽ വായ കൊണ്ടല്ല, കൈകളും കാലുകളും സംസാരിക്കും എന്നുള്ളതാണ്. ബിമാ കാനു യക്സിബൂൻ, അവർ ചെയ്തത്. അപ്പോൾ അവരുടെ കൈകളും എന്ത് ചെയ്ത് സംസാരിക്കുകയും അല്ലെങ്കിൽ അവരുടെ കാലുകൾ സാക്ഷി നിൽക്കുകയും ചെയ്യും. ബിമാ കാനു യക്സിബൂൻ, അവർ ദുനിയാവിൽ എന്തൊക്കെ ചെയ്തത് എന്ന് കൃത്യമായിട്ടും കൈകാലുകൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും അള്ളാഹുവിന്. ഇതൊക്കെ എന്ന് വെച്ചാൽ അള്ളാഹുവിന് അറിയാം, എങ്കിൽ പോലും ഇവർക്കൊരു ബോധ്യപ്പെടാൻ വേണ്ടിയിട്ടാണ്, ഇങ്ങനെയൊക്കെ ചെയ്തിരുന്നു അല്ലേ എന്നുള്ളത് ബോധ്യപ്പെടാൻ വേണ്ടി കൈയും കാലുകളൊക്കെ സംസാരിക്കും, ഇങ്ങനെ ചെയ്തിരുന്നു എന്നൊക്കെ. അതിങ്ങനെ സംസാരിക്കും, സാക്ഷി നിൽക്കും എന്ന് പറഞ്ഞാൽ അത് എങ്ങനെയായിരിക്കും എന്നുള്ളതൊക്കെ ഇപ്പം നമ്മൾ സങ്കല്പിക്കുകയാണ്. അതിൻ്റെ വീഡിയോ കാണിച്ചു കൊടുക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. എന്നാലും ചെയ്യുന്നത് ആ രീതിയിലൊക്കെ ദുനിയാവിൽ അവർ പ്രവർത്തിച്ചത് കൃത്യമായിട്ടും അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കും അള്ളാഹു. എന്നിട്ടാണ് അള്ളാഹു എന്ത് ചെയ്യുന്നത്, അവരെ നരകത്തിലേക്ക് ഇടുന്നത്. അള്ളാഹു പറയാണ് വലൗ നശാഉ ലതമസ്നാ അലാ അയുനിഹിം, അള്ളാഹു പറയാണേ ദുനിയാവിൽ വെച്ച് നാം എങ്ങാനും ഉദ്ദേശിക്കുമായിരുന്നെങ്കിൽ ലതമസ്നാ അലാ അയുനിഹിം, അവരുടെ കണ്ണ് ഞാൻ മൂടിയിരുന്നു. കാരണം ദുനിയാവിൽ അവരിങ്ങനെ ഓരോ സുഖങ്ങളും ആസ്വദിച്ച് കാഴ്ചകൾ കണ്ടിട്ടൊക്കെ എന്തെങ്കിലും തെറ്റ് ചെയ്യുമ്പോൾ ആ തെറ്റ് ചെയ്തതിൻ്റെ പേരിൽ അല്ലെങ്കിൽ അള്ളാഹുവിനെ വിശ്വസിക്കാത്തതിൻ്റെ പേരിൽ എങ്ങാനും നാം അള്ളാഹുവിനെ വിശ്വസിക്കാത്തതിൻ്റെ പേരിൽ അള്ളാഹു എങ്ങാനും നമ്മുടെ കാഴ്ച കളഞ്ഞിട്ടുണ്ടായിരുന്നുവെങ്കിൽ അള്ളാഹു പറയാൻ ലൗ നശാഉ, നാം ഉദ്ദേശിക്കുമായിരുന്നെങ്കിൽ ലതമസ്നാ അലാ അയുനിഹിം, അവരുടെ കണ്ണിന് മുകളിൽ നമുക്ക് മറയിടാമായിരുന്നു, അവരെ അന്ധന്മാരാക്കാമായിരുന്നു. ഫസ്തബഖുൽ സിറാത്ത, അപ്പോൾ അവരെന്ത് ചെയ്യുന്നത്, ഓരോ വഴികളും ഇങ്ങനെ തപ്പിപ്പിടിച്ച് അവർ പോകേണ്ടി വരും, കണ്ണ് കാണാത്തതുകൊണ്ട്. എന്നാലും അവരിങ്ങനെ ഓരോ വഴികൾ തപ്പിപ്പിടിച്ചു പോകുമായിരുന്നു. ഫഅന്നാ യുബ്സിറൂൻ, അള്ളാഹു ചോദിക്കാൻ നാം എങ്ങാനും അവരുടെ കാഴ്ച ശക്തി എടുത്ത് ഒഴിവാക്കിയിരുന്നെങ്കിൽ അവർ എങ്ങനെ കാണാനാ, ദുനിയാവിൽ അവർക്ക് എങ്ങനെ മുന്നോട്ട് കാണാനാ. ഫഅന്നാ യുബ്സിറൂൻ, അവരെങ്ങനെ കാണും. അള്ളാഹു വീണ്ടും ചോദിക്കാണേ വലൗ നശാഉ, നാം ഉദ്ദേശിക്കുകയായിരുന്നെങ്കിൽ ലമസഖനാഹും, മസഖർനാൽ അവരുടെ മാറ്റിമറിക്കുമായിരുന്നു, അവരുടെ രൂപം മാറ്റുമായിരുന്നു, കോലം മാറ്റുമായിരുന്നു. എന്നാൽ മനുഷ്യന്മാരായ ആളുകളെയൊക്കെ നാം ഉദ്ദേശിക്കുകയാണെങ്കിൽ വേണമെങ്കിൽ കുരങ്ങനാക്കാമായിരുന്നു, അല്ലെങ്കിൽ അവരെ പന്നികളാക്കാമായിരുന്നു. അള്ളാഹു പറയണേ ലമസഖനാഹും അലാ മക്കാനത്തിഹിം വലൗ നശാഉ ലമസഖനാഹും അലാ മക്കാനത്തിഹിം, എന്നാണ് അവരുടെ അവസ്ഥയിൽ നിന്ന്, അല്ലെങ്കിൽ അവരുടെ വീട്ടിൽ നിന്ന് അവരെവിടെയാണോ ഉള്ളത് അവരുള്ളിടത്തു നിന്ന് എന്ത് ചെയ്യാം, അവരെ കോലം മാറ്റാമായിരുന്നു. അള്ളാഹു പറയാണ് കോലം മാറ്റാമായിരുന്നു. പക്ഷേ ഫമസ്തതഉ മുദിയ്യൻ വലാ യർജിഊൻ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർക്ക് പിന്നെ നടക്കാനോ അല്ലെങ്കിൽ മുന്നോട്ട് പോവാനോ വലാ യർജിഊൻ, വീട്ടിലേക്ക് തിരിച്ചു വരാനോ ഒന്നും അവർക്ക് സാധിക്കുമായിരുന്നില്ല, കോലം മാറ്റി മറിച്ചിരുന്നുവെങ്കിൽ. എന്ന് പറഞ്ഞാൽ അള്ളാഹു എന്ത് ചെയ്തു, സമൂഹത്തിന് കൊടുത്ത ശിക്ഷയാണ് ഇങ്ങനെയൊക്കെ. തെറ്റുകൾ ചെയ്തപ്പോൾ അന്ധന്മാരാക്കിയ അല്ലെങ്കിൽ കോലം മറിച്ച ആളുകളൊക്കെ ഇങ്ങനത്തെ ശിക്ഷയ്ക്ക് അള്ളാഹു കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ പ്രവാചകർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിന് അള്ളാഹു ദുനിയാവിൽ വെച്ച് ശിക്ഷയൊന്നും കൊടുത്തിട്ടില്ല. ഇനി ആ ശിക്ഷയെല്ലാം ആഖിറത്തിൽ അള്ളാഹു കൊടുക്കണം. അപ്പോൾ അള്ളാഹു പറഞ്ഞത് എന്താണ്, നാം ഉദ്ദേശിക്കുകയാണെങ്കിൽ അവരുടെ കാഴ്ചശക്തിയെ നമുക്ക് എടുത്ത് ഒഴിവാക്കാൻ കഴിയുമായിരുന്നു, അല്ലെങ്കിൽ അവരെ കോലം മറിക്കാനൊക്കെ നാം കഴിയുമായിരുന്നു. പക്ഷേ ദുനിയാവിൽ വെച്ച് അള്ളാഹു ഒന്നും ചെയ്തിട്ടില്ല. ദുനിയാവിൽ അള്ളാഹു എന്ത് ചെയ്തു, ധാരാളം ആയുസ്സുകളും സൗകര്യങ്ങളും അള്ളാഹു കൊടുത്തു. എന്നിട്ട് അള്ളാഹു പറയുകയാണേ വമൻ നുഅമ്മിർഹു, ഒരാൾക്ക് അള്ളാഹു ധാരാളം ആയുസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നുനക്കിസുഹു ഫിൽ ഖൽഖി, അവനെ ഞാൻ സൃഷ്ടിപ്പിൽ തലതിരിക്കും. നുനക്കിസ് പറഞ്ഞാൽ തലകുത്തനിടും, ഫിൽ ഖൽഖി അവൻ്റെ സൃഷ്ടിപ്പിൽ. അഫലാ യഅഖിലൂൻ, മനുഷ്യന്മാരെ നിങ്ങൾ ചിന്തിക്കുന്നില്ലേ. ഈ സൃഷ്ടിപ്പിൽ തലകുത്തനാക്കാനാൽ ചെറിയ കുട്ടികളാകുമ്പോൾ എന്ത് ചെയ്യുന്നത് ചെറുതായിരിക്കും, പിന്നെ ഇങ്ങനെ വലുതായി വരികയായിരിക്കും. മാത്രമല്ല ഒരു മനുഷ്യൻ പിന്നെ ഒരു 60-70 വയസ്സായി കഴിഞ്ഞാൽ അവങ്ങനെ എന്ത് ചെയ്യും, പിന്നെ വലിപ്പം ചെറുതായി കൊണ്ടേയിരിക്കും അല്ലേ. കുറേ പ്രായമായ ആളുകൾ ഇങ്ങനെ ഹൈറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ചെറുപ്പത്തിൽ നിന്ന് ഇങ്ങനെ വലുതായി വരുന്നതുപോലെ നാം എന്ത് ചെയ്യും, 40-50 വയസ്സായി കഴിഞ്ഞാൽ പിന്നെ അതിന് ശേഷമുള്ളത് പിന്നെ ഇങ്ങനെ ചുരുങ്ങാൻ തുടങ്ങും. നുനക്കി സുഫിൽ ഹൽക്കി, സൃഷ്ടിപ്പിൽ ഞാൻ നേരെ തലതിരിക്കും. ചെറിയ കുട്ടികളാകുമ്പോൾ എന്ത് ചെയ്യും, ഓരോന്ന് ചോദിച്ചുകൊണ്ടേയിരിക്കും, ഇതെന്താ ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും. പ്രായമായി കഴിഞ്ഞാലും പിന്നെ എന്ത് ചെയ്യും, അങ്ങനെ ചോദിക്കൽ തുടങ്ങും. അപ്പോൾ 1-ാമത്തെ വയസ്സിലേക്ക് 2-ാമത്തെ വയസ്സിലേക്ക് 10 വയസ്സിനുള്ളിലുള്ള ആ പ്രായത്തേക്ക് വീണ്ടും നമ്മൾ അവനെ
നമ്മളാക്കുന്നു. എന്നാൽ പ്രായം ഇങ്ങനെ കൂടുന്നതനുസരിച്ച് അവനെ വീണ്ടും കുട്ടിത്വത്തിലേക്ക് അല്ലെങ്കിൽ ആ കുട്ടികളുടെ സ്വഭാവത്തിലേക്ക് അള്ളാഹു കൊണ്ടുവരുന്നു എന്നർത്ഥം. ഇതെന്തിനാണ് അള്ളാഹു ഇങ്ങനെ പറഞ്ഞു വെച്ചാൽ, ഇങ്ങനെ എന്തിനത് കുട്ടിയിൽ നിന്ന് അങ്ങനെ വളർത്തി ഒരു യുവാവാക്കുകയും 40-50 വയസ്സാവുകയും പിന്നെയും പ്രായം കൂടുന്നതനുസരിച്ച് വീണ്ടും ഇങ്ങനെ ചുരുക്കി കൊണ്ടുവരും. ഇതൊക്കെ ചെയ്യാൻ കഴിയുന്ന അള്ളാഹുവിനെ എന്തുകൊണ്ടും ഒരു മനുഷ്യനെ മരിപ്പിച്ചാൽ വീണ്ടും അവനെ ജീവിപ്പിക്കാൻ അള്ളാഹുവിന് എന്തുകൊണ്ട് സാധിച്ചുകൂടാ എന്നാണ്. വമാ അല്ലംനാഹു ശിഅറ എന്ന് വെച്ചാൽ പരിശുദ്ധ ഖുർആനെ കുറിച്ച് ചില ആളുകൾ പറഞ്ഞു ഇതൊക്കെ കവിതകളാണ്. കാരണം ജാഹിലിയ കാലഘട്ടത്തിൽ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുന്ന ജാഹിലിയ കാലഘട്ടത്തിൽ കൂടുതലായിട്ടും ഉണ്ടായിരുന്നായിരുന്നു കവിതകളെന്നൊക്കെ. സ്പോട്ടിൽ ഇങ്ങനെ കവിതകൾ പാടുന്ന ആളുകളായിരുന്നു. അങ്ങനെ പരിശുദ്ധ ഖുർആനുമായിട്ട് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നപ്പോൾ ചില ആളുകൾ പറഞ്ഞു ഇതും എന്താ ഒരു കവിത, ഇമ്രുൽ ഖൈസ് പോലത്തെ ജാഹിലിയ കാലത്തുണ്ടായിരുന്ന കവികൾ പാടുന്നത് പോലത്തെ ഒരു കവിതയാണ് ഇതും എന്ന് ചില ആളുകൾ ഖുർആനെ കുറിച്ച് പറഞ്ഞിരുന്നു. അപ്പോൾ പരിശുദ്ധ ഖുർആൻ അള്ളാഹു മറുപടി കൊടുത്തതാണ് വമാ അല്ലംനാഹു ശിഅർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കവിതകൾ ഞാൻ പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല. വമാ യൻബഗി ലഹു, ആർക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അതിൻ്റെ ആവശ്യവുമില്ല എന്ന് മാത്രമല്ല അത് എളുപ്പവുമല്ല. കാരണം പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ കവിത പാടിയതായിട്ട് ഇല്ല. അങ്ങനെ എന്ത് ചെയ്യുന്നത് കവിതകൾ ഉണ്ടാക്കുക എന്നുള്ളത് ഒരു പ്രത്യേക ശേഷിയാണ്, അള്ളാഹു കൊടുക്കുന്ന പ്രത്യേക കഴിവാണ്. അങ്ങനെ ഒരു കഴിവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹു കൊടുത്തിട്ടില്ല, അതിൻ്റെ ആവശ്യവും വന്നിട്ടില്ല. കാരണം പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന പരിശുദ്ധ ഖുർആൻ അള്ളാഹുവിൽ നിന്ന് നിൽക്കില്ല. മാത്രമല്ല നബി തങ്ങൾ പറയുന്ന വചനങ്ങളൊക്കെ ഹദീസായിട്ടും രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ കവിതൻ്റെ ആവശ്യം വന്നിട്ടില്ല. ഇൻ ഹുവ ഇല്ലാ ദിക്റുൻ വ ഖുർആനും മുബീൻ, ഈ പറയപ്പെടുന്നതൊക്കെ ദിക്റുൻ എന്ന് പറഞ്ഞാൽ പരിശുദ്ധ ഖുർആനാണ്, ഒരു ഉപദേശമാകുന്നു. ഈ പറയുന്നതൊക്കെ ഖുർആന് ദിക്ർ എന്ന ഇതിൻ്റെ പേരുണ്ട് നമ്മൾ പറഞ്ഞിരുന്നു. ദിക്ർ ഇതൊക്കെ എന്താണ്, ഒരു ഉപദേശമാകുന്നു. ഖുർആനും മുബീൻ, വ്യക്തമായ ഖുർആൻ തന്നെയാകുന്നു, അള്ളാഹുവിൽ നിന്നുള്ള ദൈവികമായ ഗ്രന്ഥം തന്നെയാകുന്നു ഇത്. അല്ലാതെ നിങ്ങൾ പറഞ്ഞതുപോലെ മക്ക ഖുറൈശികൾ പറഞ്ഞതുപോലെ ഇത് എന്തല്ല, വേറെ കേവലം കവിതകളല്ല. എന്തിനാണ് പരിശുദ്ധ ഖുർആൻ അള്ളാഹു ഇറക്കി കൊടുത്തത്? ലിയുൻദിറ മൻ കാന ഹയ്യൻ, ജീവിച്ചിരിപ്പുള്ള ആളുകളെയൊക്കെ താക്കീത് നൽകാനാണ്. എന്നാൽ സഹാബികൾ അന്ന് ജീവിച്ചിരിക്കുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ, അവർക്ക് താക്കീത് നൽകാൻ. അല്ലെങ്കിൽ ജീവിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ മനസ്സിൻ്റെ ഉള്ളിൽ ഈമാൻ ജീവിച്ചിരിക്കുന്ന ആളുകളുണ്ടല്ലോ, അവർക്ക് താക്കീത് നൽകുക. തെറ്റുകൾ ചെയ്താൽ നരകത്തിൽ പോകേണ്ടി വരും, അള്ളാഹുവിൻ്റെ ശിക്ഷ ഉണ്ടാകുമെന്നും, നന്മകൾ ചെയ്താൽ അള്ളാഹുവിൻ്റെ കൂലി ഉണ്ടാകുമെന്ന താക്കീതും അല്ലെങ്കിൽ കരാറൊക്കെ വേണ്ടിയിട്ടാണ്. വയഹക്കൽ ഖൗലു അൽ കാഫിരീൻ, കാഫിരീങ്ങൾക്ക് അള്ളാഹു പറഞ്ഞ വാക്കുകൾ എന്ന് പറഞ്ഞാൽ അള്ളാഹു ശിക്ഷയുണ്ടെന്ന് പറഞ്ഞ വാക്കുകളുണ്ടല്ലോ, അത് സത്യമാവാനും വേണ്ടിയിട്ടാണ് പരിശുദ്ധ ഖുർആൻ ഇറക്കിക്കൊടുത്തത്. അപ്പോൾ ഖുർആനിലൂടെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളോട് സംസാരിക്കുന്നത്. നന്മകൾ ചെയ്താൽ, നല്ലത് ചെയ്താൽ, സൽപ്രവർത്തനങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് കൂലിയുണ്ട്, സ്വർഗമുണ്ട് എന്നും, തെറ്റുകൾ ചെയ്താൽ, തെമ്മാടിത്തരങ്ങൾ ചെയ്താൽ, അള്ളാഹുൽ വിശ്വസിക്കാതിരുന്നാൽ നിങ്ങൾക്ക് നരകമുണ്ട്, ശിക്ഷയുണ്ട് എന്നൊക്കെ അള്ളാഹു പരിശുദ്ധ ഖുർആനിലൂടെയാണ് പറഞ്ഞിട്ടുള്ളത്. വയഹഖൽ ഖൗലു എന്ന് പറഞ്ഞാൽ ശിക്ഷ ഉണ്ടാകും എന്നുള്ള അള്ളാഹുവിൻ്റെ വാക്ക് സത്യമാവാനും വാസ്തവമാനും അൽ കാഫിരീൻ, കാഫിരീങ്ങൾക്ക് മേൽ വാസ്തവമാവാനൊക്കെ വേണ്ടിയിട്ടാണ് പരിശുദ്ധ ഖുർആൻ അള്ളാഹു ഇറക്കി കൊടുത്തത്. ഇനി അള്ളാഹു വേണ്ടി ചോദിക്കാണ്, അവലം യറൂ അന്നാ ഖലഖ്നാലഹും, അവലം യറൂ നിങ്ങൾ കാണുന്നില്ലയോ, അവർ കാണുന്നില്ലയോ? നബിയോട് പറയാണ്, ഈ മക്ക ഖുറൈശികൾ കാണുന്നില്ലയോ? അന്നാ ഖലഖ്നാലഹും, അവർക്ക് നാം ഉണ്ടാക്കി കൊടുത്തു, സൃഷ്ടിച്ചു കൊടുത്തു. മിമ്മാ അമിലത്ത് ഐദീന, നാം പ്രവർത്തിച്ച, എൻ്റെ കൈകൾ പ്രവർത്തിച്ച, അള്ളാഹു പറയാണ് എന്തിനത്, എൻ്റെ കൈകൾ പ്രവർത്തിച്ച അൻആമൻ, മൃഗങ്ങളെ നാം ഉണ്ടാക്കി കൊടുത്തു. എന്ന് പറഞ്ഞാൽ ആ മൃഗങ്ങളെയൊക്കെ ഉണ്ടാക്കിയതും സൃഷ്ടിച്ചതും പരിപാലിച്ചതും അള്ളാഹുവാണ്. അങ്ങനെ അള്ളാഹു ജനങ്ങൾക്ക് വേണ്ടിയിട്ട് മൃഗങ്ങളെയൊക്കെ ഉണ്ടാക്കി കൊടുത്തു. ഫഹും ലഹാ മാലിക്കൂൻ, ഇപ്പോൾ മനുഷ്യന്മാരാണ് അതിൻ്റെ ഉടമകൾ. ഉടമകൾ എന്ന് പറഞ്ഞാൽ അതിനെ ഉപയോഗിക്കുന്ന ആളുകൾ, അതിനെ കീഴ്പ്പെടുത്തുന്ന ആളുകൾ മനുഷ്യന്മാരാണ്. അപ്പോൾ ഒരു ആന, മനുഷ്യനെ സൃഷ്ടിച്ച അള്ളാഹു മനുഷ്യനേക്കാളും 10 20 ഇരട്ടി വലിപ്പമുള്ള ആനയെ അള്ളാഹു സൃഷ്ടിച്ചു. എന്നിട്ട് ആ ആനയെ ഈ മനുഷ്യന് എന്ത് ചെയ്തു? സഹർ, അതിനെ കീഴ്പ്പെടുത്തി കൊടുത്തു അള്ളാഹു. അപ്പോൾ അത് അള്ളാഹു എന്ത് ചെയ്താണ്, സൗകര്യം ചെയ്തു കൊടുത്താണ് മനുഷ്യന്മാർക്ക് വേണ്ടി. മനുഷ്യനേക്കാളും വലിപ്പമുള്ള, അല്ലെങ്കിൽ മനുഷ്യൻ്റെ അത്ര വലിപ്പമുള്ള, മനുഷ്യനേക്കാളും കുറഞ്ഞ വലിപ്പമുള്ള എല്ലാ ജീവികളെയും അള്ളാഹു കീഴ്പ്പെടുത്തി കൊടുത്തു. എന്ന് മാത്രമല്ല, അതാണ് ഫഹും ലഹാ മാലിക്കൂൻ, അങ്ങനെ ഈ മനുഷ്യന്മാരാണ് ഇപ്പോൾ ഓരോ മൃഗങ്ങളുടെയും ഉടമകൾ, അതിനെ ഉടമപ്പെടുത്തുന്നത് മനുഷ്യന്മാരാണ്. വദല്ലൽനാലഹും, അള്ളാഹു പറയാണ് ആ മനുഷ്യന്മാർക്ക് വേണ്ടിയിട്ട് ഞാൻ വദല്ലൽനാഹാലഹും, ഈ ജീവികളെയൊക്കെ, ഈ മൃഗങ്ങളെയൊക്കെ നാം എന്ത് ചെയ്തു? കീഴ്പ്പെടുത്തി കൊടുത്തു. ലഹും, ആർക്ക്? മനുഷ്യന്മാർക്ക് വേണ്ടി. ഫമിൻഹാ റുകൂബുഹും,
ഫമിൻഹ റക്കൂബുഹും, ആ മൃഗങ്ങളിലാണ് അവരുടെ യാത്ര. റക്കൂബ് എന്നാൽ അവരുടെ യാത്ര, കുതിരപ്പുറത്ത് അല്ലെങ്കിൽ ഒട്ടകപ്പുറത്ത്, കഴുതപ്പുറത്താണ് അവർ യാത്ര ചെയ്തിരുന്നത്. അപ്പോൾ അവരുടെ യാത്രകളൊക്കെ ഈ കഴുതപ്പുറത്തും അല്ലെങ്കിൽ ഈ മൃഗങ്ങളുടെ പുറത്താണ്. മിൻഹാത്ത് യൽക്കുലൂൻ, ആ മനുഷ്യന്മാർ തിന്നുന്നതോ അതും ആ ഒട്ടകത്തെയും അല്ലെങ്കിൽ ഈ കുതിരയെയും അല്ലെങ്കിൽ ഈ പശുവിനെയൊക്കെ അറുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, പോത്തിനെയൊക്കെ അറുത്തിട്ടാണ് ഇവർ തിന്നുന്നത്. വലഹും ഫീഹ മനാഫിഉ, മാത്രമല്ല ഈ മൃഗങ്ങളിലൊക്കെ മനുഷ്യന്മാർക്ക് എന്തുണ്ട്, വേറെ കുറേ ഉപകാരങ്ങളൊക്കെ ഉണ്ട്. ആ മൃഗത്തിൻ്റെ തോല്, അതിൻ്റെ രോമങ്ങൾ, അതിൻ്റെ കൊമ്പുകൾ, ഇതൊക്കെ എടുത്തിട്ട് എന്ത് ചെയ്യുന്നത്, വീണ്ടും ഉപയോഗിക്കുന്നുണ്ട്. മശാരിബ്, മാത്രമല്ല കുടിക്കുന്നുണ്ട്. അതിൻ്റെ പാലെടുത്തിട്ട് എന്ത് ചെയ്യുന്നത്, ആടിൻ്റെ പാല് അല്ലെങ്കിൽ പശുവിൻ്റെ പാല്, ഒട്ടകത്തിൻ്റെ പാലിനൊക്കെ എടുത്തിട്ട് എന്ത് ചെയ്യാം, കുടിക്കുന്നുണ്ട്. അഫലാ യഷ്കുറൂൻ, അള്ളാഹു ചോദിക്കുക, ഇങ്ങനെയൊക്കെ സൗകര്യം നിങ്ങൾക്ക് തന്നിട്ടും നിങ്ങൾ അഫലാ യഷ്കുറൂൻ, നിങ്ങളൊരു ശുക്ർ, നിങ്ങളൊരു നന്ദിയും നിങ്ങൾ ചെയ്യുന്നില്ലയോ എന്ന് അള്ളാഹു ചോദിക്കണം. എന്നിട്ട് പറയാണ് അള്ളാഹു, വത്തഖ്ദു മിൻ ദൂനില്ലാഹി ആലിഹത്തൻ, അള്ളാഹുവിനെ കൂടാതെ, അള്ളാഹു അല്ലാതെ വേറെ കുറേ ദൈവങ്ങളെ ഇവരുണ്ടാക്കി. ലഅല്ലഹും യുൻസറൂൻ, അവരെന്ത് പ്രതീക്ഷിച്ചിട്ടാണ്, ഈ ദൈവങ്ങളൊക്കെ നമ്മളെ സഹായിക്കും, കാരണം ഈ മനുഷ്യന്മാരൊക്കെ സഹായിക്കപ്പെടും, ഈ പറയപ്പെട്ട ബിംബങ്ങൾ, ഈ ദൈവങ്ങളൊക്കെ എന്ത് ചെയ്യും, എന്നെ സഹായിക്കും എന്ന് പ്രതീക്ഷിച്ചിട്ടാണ് ഇവർ ആ ദൈവങ്ങളെ ആരാധിക്കുന്നതൊക്കെ. ലഅല്ലഹും യുൻസറൂൻ, ഈ മനുഷ്യന്മാരൊക്കെ സഹായിക്കപ്പെടും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് അവർ അള്ളാഹുവിനെ കൂടാതെ വേറെ കുറേ ദൈവങ്ങളൊക്കെ ആരാധിക്കാനും ബിംബങ്ങളെ ഉണ്ടാക്കാനും തുടങ്ങി എന്നുള്ളതാണ്. പക്ഷേ അള്ളാഹു പറയാണ് ഫലാ യസ്തതിഊൻ, ഒരിക്കലും ഈ ബിംബങ്ങൾക്കോ ഈ ദൈവങ്ങൾക്കോ ഈ വിഗ്രഹങ്ങൾക്കോ ഇവരെ രക്ഷിക്കാൻ സാധിക്കുകയില്ല. ഫലാ യസ്തതിഊൻ, രക്ഷിക്കുകയില്ല. അതാണ് ഫലാ യസ്തതിഊന നസ്റഹും, ഈ ജനങ്ങളെ എന്തിനത് സഹായിക്കാൻ അവർക്ക് സാധിക്കുകയില്ല. വഹും ലഹും ജുന്ദും മുഹ്ദറൂൻ, വഹും ആരെ, ഈ എന്തിനത്, ഈ ബിംബങ്ങളും അല്ലെങ്കിൽ ഈ വിഗ്രഹങ്ങളെല്ലാം ഈ ജനങ്ങളും ജുന്ദുൻ, ഒരു സൈന്യമാണ്. മുഹ്ദറൂൻ, ഹാജറാകുന്ന, എന്നാൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ അള്ളാഹുവിൻ്റെ തിരുസന്നിധിയിൽ ഹാജറാകുന്ന ഒരു ടീം തന്നെയാണ് ഈ ബിംബങ്ങളും. അപ്പോൾ ഈ കാഫിര്യങ്ങളെ അല്ലെങ്കിൽ ജനങ്ങളെ മുഴുവൻ അള്ളാഹു തൻ്റെ മുമ്പിലേക്ക് ഹാജറാക്കുന്ന കൂട്ടത്തിൽ ഈ ബിംബങ്ങളെയും, അല്ലെങ്കിൽ അതിൽ നിന്ന് കാഫിര്യങ്ങളെ നരകത്തിലേക്ക് ഇടുമ്പോൾ ആ നരകത്തിൽ ഈ ബിംബങ്ങളും ഉണ്ടാകും. അപ്പോൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ ഈ ബിംബങ്ങളെയും ഹാജറാക്കപ്പെടുന്നതാകുന്നു. അല്ലാതെ ഈ ബിംബങ്ങൾക്ക് ഈ ശിക്ഷയിൽ നിന്ന്, അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന് ഒന്നും രക്ഷിക്കാൻ സാധിക്കുകയില്ല എന്ന് അള്ളാഹു പറയാണ്. ഇനി പലപ്പോഴായിട്ട് മക്ക ഖുറൈശികൾ അല്ലെങ്കിൽ മക്ക കാഫിര്യങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പലപ്പോഴായി ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. നിങ്ങൾ മുർസലില്ല, നിങ്ങൾ അള്ളാഹുവിൻ്റെ ദൂതരല്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന് അള്ളാഹു നബിയെ എന്തിനത് സമാധാനപ്പെടുത്തി പറയുകയാണ്. ഫലാ യഹ്സുൻക ഖൗലുഹും, ഇവരുടെ ഈ വാക്കൊന്നും നിങ്ങളെ സങ്കടപ്പെടുത്തരുത്. അള്ളാഹു പറയാണ്, എനിക്കറിയാം അവർ ഉള്ളിൽ നിന്ന് പറയുന്നതും പുറത്ത് പറയുന്നതും ഒക്കെ നമുക്കറിയാം. മുനാഫിഖീങ്ങളൊക്കെ ഉണ്ടാവും, അവർ പ്രത്യക്ഷത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും സ്വഹാബികളുടെയും മുമ്പിലൊക്കെ അവരെന്ത് ചെയ്യുന്നത്, അവരിങ്ങനെ ഓരോന്ന് പ്രത്യക്ഷത്തിൽ എന്ത് ചെയ്യും, നബിയെ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട്, നിങ്ങൾ നബിൻ്റെ കൂടെ നിൽക്കുകയും ഒക്കെ ചെയ്യും, സപ്പോർട്ട് ചെയ്യും. പക്ഷേ ഉള്ളിൽ അവർക്ക് ഈമാൻ ഉണ്ടാവുകയില്ല. അള്ളാഹു പറയാണ്, അവരുടെ ഉള്ളിലുള്ളതും അവർ പുറത്ത് കാണിക്കുന്നതും എല്ലാം എനിക്ക് അറിയാവുന്നതാണ്. എന്നിട്ട് അള്ളാഹു വീണ്ടും ചോദിക്കാണ്, അവലം യറൽ ഇൻസാൻ, മനുഷ്യ നീ കാണുന്നില്ലയോ? ഇതെന്താണെന്ന് വെച്ചാൽ ആസുബിന് എന്ത് ചെയ്യുന്നത്, വായിൽ എന്ന് പറഞ്ഞ ഒരാൾ, ഇസ്ലാമിൻ്റെ ശത്രു, അദ്ദേഹം ഒരു എല്ലും കഷ്ണം എടുത്തിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബികളും ചോദിക്കുകയാണ്, ഈ എല്ലും കഷ്ണം ഇങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നത്, പൊട്ടിപ്പൊടിഞ്ഞ് അല്ലെങ്കിൽ മണ്ണോട് എന്ത് ചെയ്യും, അലിഞ്ഞു ചേർന്ന് നുരുമ്പിപ്പോകും. എങ്ങനെ നുരുമ്പിപ്പോയ ഈ എല്ലും കഷ്ണത്തിൽ നിന്ന് അള്ളാഹു വീണ്ടും മനുഷ്യനെ ഉണ്ടാക്കുകയോ, എന്താ നിങ്ങൾ പറയുന്നത്, ഇങ്ങനെ ഒരു പുനർജന്മം ഉണ്ടാവുകയോ എന്ന് അയാൾ എന്ത് ചെയ്ത് സംശയം പ്രകടിപ്പിച്ചു. അവലും യറൽ ഇൻസാൻ, ആ മനുഷ്യൻ കാണുന്നില്ലയോ, ഈ ചോദ്യം ചോദിച്ച ആ മനുഷ്യൻ കാണുന്നില്ലയോ? പരിശുദ്ധ ഖുർആൻ പലപ്പോഴായിട്ട് സബബ് നുസൂലുകൾ ഉണ്ടാവും, എന്ന് പറഞ്ഞാൽ ഒരു ആയത്തിറങ്ങാനുള്ള കാരണമുണ്ടാകും. പക്ഷെ അങ്ങനെ കാരണമുണ്ടെങ്കിൽ പോലും ആ ആയത്ത് എല്ലാവർക്കും ബാധകമായിരിക്കും. അപ്പോൾ ആ മനുഷ്യനോട് ചോദിക്കുകയാണെങ്കിലും ലോകത്തെ ഓരോ മനുഷ്യനോടുള്ള ചോദ്യമാണ്, അന്നാ ഖലഖനാഹു മിൻ നുത്ഫത്തിൻ, മനുഷ്യ നീ കാണുന്നില്ലയോ, നാം മനുഷ്യനെ സൃഷ്ടിച്ചത് മിൻ നുത്ഫത്തിൻ, ഒരു ഇന്ദ്രിയത്തുള്ളിയിൽ നിന്നാണ്. ഒരു മനുഷ്യനെ 100-150 കിലോനുള്ള മനുഷ്യനെ സൃഷ്ടിച്ചതും ഒരൊറ്റ ഇന്ദ്രിയത്തുള്ളിയിൽ നിന്നാണ്. ഫഇദാ ഹുവ ഖസീം, അപ്പോൾ ഇയാൾ എന്ത് ചെയ്യുന്നത്, തർക്കിക്കാണ്. ഖസീം മുബീൻ, ഫഇദാ ഹുവ ഖസീം മുബീൻ, ബഅസ്, ഒരിക്കലും പുനർജന്മം ഉണ്ടാവുകയില്ല എന്ന് ഇയാളിങ്ങനെ വാദിക്കാണ്.
എപ്പോഴും ഈ മനുഷ്യനെ വാദിക്കുന്ന മനുഷ്യനെയും അള്ളാഹു സൃഷ്ടിച്ചത് ഒരൊറ്റ ഇന്ദ്രിയത്തുള്ളിയിൽ നിന്നാണ്. ആ ഇന്ദ്രിയത്തുള്ളിയിൽ നിന്ന് സൃഷ്ടിച്ച ഈ മനുഷ്യൻ പിന്നെ വലുതായിട്ട് വാദിക്കാണ് ഇങ്ങനെ ഒരു പുനർജന്മം ഉണ്ടാവുകയില്ല എന്ന് വാദിക്കുകയാണ്. അവരിങ്ങനെ തർക്കിക്കുകയാണ്. ഇപ്പോൾ ഓരോ നിരീശ്വരവാദികളൊക്കെ തർക്കുന്നത് പോലെ ഇങ്ങനെ ഒരു പുനർജന്മം ഉണ്ടാവുകയില്ല എന്നൊക്കെ പറഞ്ഞ് അവർ വാദിക്കുന്നു. അവരൊന്നും കാണുന്നില്ലയോ ഇവരെ അടങ്ങുന്ന എല്ലാ മനുഷ്യ ലോക ജനതയെ മുഴുവൻ ഞാൻ പഠിച്ചത് ഒരൊറ്റ ഇന്ദ്രിയത്തുള്ളിയിൽ നിന്നാണ്. മസലൻ അള്ളാഹു പറയാണ്, ഈ മനുഷ്യൻ എന്ത് ചെയ്തു? ഈ ആസുബൻ വായിൽ എന്ന് പറഞ്ഞ മനുഷ്യൻ നമുക്കൊരു ഉദാഹരണം കാണിച്ചു തന്നു. എന്താണ് ഉദാഹരണം? അവന് എല്ലിൻ്റെ കഷ്ണം എടുത്തിട്ട് എന്ത് ചെയ്യുന്നത്? അതിങ്ങനെ പൊടിച്ചിട്ട് ഈ പൊടിയായത് വീണ്ടും പുനർജീവിക്കുമോ, പുനർജന്മം നൽകുമോ അള്ളാഹു എന്നാണ് ഇയാൾ ചോദിച്ചത്. അങ്ങനെ ഉദാഹരണമൊക്കെ അവൻ കാണിച്ചു തന്നു. അവൻ എസ്സിയ ഹൽക്കഹു, പക്ഷേ അവൻ്റെ സൃഷ്ടിപ്പിനെ അവൻ മറന്നു. ഒരു ഇന്ദ്രിയത്തുള്ളിയിൽ നിന്ന് ഞാനുണ്ടായത് എന്ന കാര്യം അവൻ മറന്നു. അങ്ങനെ മറന്നിട്ട് എന്ത് ചെയ്തു? അങ്ങനെ മറന്നിട്ട് അവനെ ഈ ഒരു എല്ലും കഷ്ണം എടുത്തിട്ട് ഇങ്ങനെ കാണിച്ചു തരുന്നത്. അപ്പോൾ എന്തിനത്? ഈ ഒരു എല്ലും കഷ്ണം എടുത്തിട്ട് ഇങ്ങനെ നബി തങ്ങളോട് ചോദിക്കുക, ഇതിങ്ങനെ നുരുമ്പിപ്പോയാൽ വീണ്ടും നമ്മളെ പുനർജീവിക്കുമോ എന്നാണോ നിങ്ങൾ പറയുന്നത്? പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നഅം, അതെ, നമ്മൾ വീണ്ടും പുനർജീവിക്കും എന്ന് മാത്രമല്ല നീ നരകത്തിലേക്കും പ്രവേശിക്കുമെന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇയാളുടെ മുഖത്ത് നോക്കി പറഞ്ഞു. അള്ളാഹു പറയാം, ഖുൽ യുഹീഹല്ലദീ അൻശഅഹാ അവല മറ. ഈ ഒരു എന്ത് ചെയ്യാം? ഈ മരത്തെ വീണ്ടും ജീവിപ്പിക്കുന്നത്, ഈ മനുഷ്യനെ എന്തിനത് വീണ്ടും ജീവിപ്പിക്കുക? അല്ലദീ അൻശഅഹാ അവല മറ. ഖുൽ യുഹീഹല്ലദീ അൻശഅഹാ അവല മറത്തിൻ വഹുവ ബികുല്ലി ഖൽഖിൻ അലീം. അപ്പോൾ അള്ളാഹു പറയാണ് എന്തിനത്? ഈ ഒരു മനുഷ്യനെ ആദ്യമായി സൃഷ്ടിച്ചിട്ടുണ്ടല്ലോ, ആ ഒരു മനുഷ്യനെ ഒരു നുതുഫത്തിൽ നിന്ന്, ഒരു ഇന്ദ്രിയത്തുള്ളിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ച അള്ളാഹു തന്നെയാണ് മരിച്ചു കഴിഞ്ഞാൽ ആ മനുഷ്യനെ വീണ്ടും പുനർജീവിപ്പിക്കുന്നത്. അവല മറത്തിൻ, ആദ്യം ഈ മനുഷ്യനെ സൃഷ്ടിച്ചത് ആരാണോ ആ അള്ളാഹു തന്നെ അവനെ വീണ്ടും ജീവിപ്പിക്കുന്നതാണ്. കാരണം വഹു ബികുല്ലി ഖൽഖിൻ അലീം, അള്ളാഹു എല്ലാ സൃഷ്ടികളുമായിട്ട് അറിയുവാനാകുന്നു. എല്ലാ സൃഷ്ടികളെ കുറിച്ചും കൃത്യമായിട്ട് അറിവുള്ളവനാകുന്നു അള്ളാഹു. ആ ഒരു സൃഷ്ടിയെ നുതുഫത്തിൽ നിന്ന് സൃഷ്ടിച്ച അള്ളാഹു അവൻ മരിച്ചാൽ വീണ്ടും പുനർജീവിപ്പിക്കും എന്നാണ് അള്ളാഹു പറയുന്നത്. അല്ലത് എങ്ങനത്തെ അള്ളാഹുവാണ്? ജഅലക്കും, നിങ്ങൾക്കാക്കി തന്നു, നിങ്ങൾക്കുണ്ടാക്കി തന്നു, മിന ഷജറിൽ അഖ്ദരി, പച്ച മരത്തിൽ നിന്ന് നാറൻ, തീ. എന്നാൽ അത് എന്തിനത്? അറേബ്യൻ നാടുകളിലുള്ള ഒരു പച്ചമരം. എന്നാൽ പച്ചമരമാണ്, ഉണങ്ങിയിട്ടില്ല. ഉണങ്ങിയ മരമൊക്കെ കത്തിപ്പിടിക്കാം, പക്ഷെ പച്ചമരവും കത്തിപ്പിടിക്കുന്ന ഒരു മരം അറേബ്യയിലുണ്ടായിരുന്നു. അങ്ങനെ വെറും പച്ചമരത്തിൽ നിന്ന് തീ ഉണ്ടാക്കി തന്ന അള്ളാഹു ആകുന്നു. ഫൈദ അൻതും മിൻഹു തൂഖിദൂൻ എന്ന് മാത്രമല്ല, ആ ഒരു മരത്തിൽ നിന്ന് നിങ്ങൾ കത്തിക്കുമായിരുന്നു എന്നാണ് എന്ത് ചെയ്ത് തീ എന്ത് എടുക്കുമായിരുന്നു അതിൽ. അപ്പോൾ ആ ഒരു മരം ഇങ്ങനെ കത്തുന്ന സമയത്ത്, അല്ലെങ്കിൽ ആ മരം ഇങ്ങനെ കൂട്ടിയിട്ട് കത്തിക്കും. ഇപ്പം മുളകളൊക്കെ പറയാം, മുളകളൊക്കെ നിങ്ങൾ കൂട്ടി ഇടിച്ചാൽ എന്ത് ചെയ്യുന്നത്? തീ ഉണ്ടാവുമെന്ന് പറഞ്ഞേക്കാം. അങ്ങനെ എന്ത് ചെയ്യുന്നത്? ഇങ്ങനെ കൂട്ടി ഒരു സീറ്റ് തീ ഉണ്ടാക്കുകയും ആ തീ നിങ്ങൾ ഉപയോഗിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യുന്നത്? വിറക് കത്തിച്ചിട്ട് നിങ്ങൾ ഭക്ഷണമൊക്കെ പാകം ചെയ്യുന്നു. അങ്ങനെ എന്നാൽ ശരിക്കും പച്ചമരം എന്നുള്ളത് വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവുകയോ, വെള്ളം തീ കെടുത്താനുള്ള സാധനമാണ്. അപ്പോൾ തീ കെടുത്താനുള്ള വെള്ളത്തിന് അംശമുള്ള പച്ചമരത്തിൽ പോലും തീനെ ഉണ്ടാക്കിയ അള്ളാഹു, ആ അള്ളാഹുവിന് എന്തുകൊണ്ടും മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ വീണ്ടും പുനർജന്മം കൊടുക്കാൻ അള്ളാഹുവിന് സാധിക്കില്ലേ? അവലൈസല്ലദീ ഖലഖ സമാവാതി വൽ അർദ്, അള്ളാഹു വേണ്ടി ചോദിക്കണം. അവസാനമായിട്ട് അള്ളാഹു ചോദിക്കുകയാണ്, അവലൈസല്ലദീ ഖലഖ സമാവാതി വൽ അർദ്, ആകാശഭൂമികളെ സൃഷ്ടിച്ച അള്ളാഹു അല്ലയോ? ബിഖാദിരിൻ അലാ അൻ യഖ്ലുഖ മിസ്ലഹും, നിങ്ങളെപ്പോലത്തെ ഈ ചെറിയ ഒരു മനുഷ്യനെ സൃഷ്ടിക്കാൻ സാധിക്കുന്നവനല്ലയോ? വലിയ എന്നാൽ ആകാശത്തിൻ്റെ ഒരു വീതിയും വിസ്താരണവും എത്ര, ഭൂമിയുടെയൊക്കെ നീളവും വീതിയൊക്കെ എത്ര, അത്രയും വലിയ ആകാശഭൂമിയെ സൃഷ്ടിച്ച അള്ളാഹുവിനെ ഒരു ചെറിയ മനുഷ്യന്മാരെ സൃഷ്ടിക്കാനാണോ പണി? സൃഷ്ടിക്കാൻ സാധിക്കുന്നവല്ലേ? ബിഖാദിരിൻ അലാ അൻ യഖ്ലുഖ മിസ്ലഹും ബല, അള്ളാഹു പറയാൻ അതെ, അള്ളാഹുവിന് തന്നെ സാധിക്കും. കാരണം വഹുവൽ ഖല്ലാഖുൽ അലീം, കൃത്യമായിട്ട് അറിയുന്ന എൻജിനീയറിങ്ങോടുകൂടെ, പ്ലാനിങ്ങോടുകൂടെ എല്ലാ വസ്തുക്കളെയും സൃഷ്ടിക്കുന്ന പരിപാലിക്കുന്നവൻ അള്ളാഹു ആകുന്നു. ഖല്ലാഖ് എന്ന കസീറുൽ ഖൽഖ്, ധാരാളം ആയിട്ട് സൃഷ്ടിപ്പുകൾ നടത്തിയ അള്ളാഹു അൽ അലീം, കൃത്യമായിട്ടും കാര്യങ്ങളെക്കുറിച്ച് അറിയുന്ന അള്ളാഹു ആകുന്നു. ഇന്നമാ അംറുഹു, അള്ളാഹുവിൻ്റെ കാര്യം എന്താ? അള്ളാഹുവിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇത് അറാദ ശൈഅൻ, ഒരു കാര്യം ഉണ്ടാവണമെന്ന് വിചാരിച്ചാൽ, ഇവിടെ ഒരു മല ഉണ്ടാവണമെന്ന് വിചാരിച്ചാൽ അള്ളാഹു അങ്ങനെ ഒരു കാര്യം ഉദ്ദേശിച്ചാൽ അൻ യഖൂൽ ലഹു, അള്ളാഹു പറയും ഒരു മലയോട് കുൻ ഫയക്കൂൻ, നീ ഉണ്ടാവ് എന്ന് പറയും, ഫയക്കൂൻ അവിടെ ഉണ്ടാവും. ഒരു മല, ഇതുവരേക്കും പ്രശ്നമില്ലാത്തൊരു മലയോട് അള്ളാഹു പറയുകയാണ് കുറച്ച് കാലം ചെന്ന് ഒന്ന് പൊട്ട്, അതിൻ്റെ ഉള്ളിൽ കുറച്ച് ഉരുൾപൊട്ടലൊക്കെ ഉണ്ടാവും എന്ന് അള്ളാഹു പറയലോടുകൂടെ ഉരുൾപൊട്ടുന്നു. ഏത് മലയാണെങ്കിലും ഏത് ശക്തിയാണെങ്കിലും അള്ളാഹു കുൻ എന്ന് പറഞ്ഞാൽ നീ ഇങ്ങനെ ആവ് എന്ന് പറഞ്ഞാൽ അത് ഒരൊറ്റ വാക്കുകൊണ്ട് മാത്രം ഫയക്കൂൻ അങ്ങനെ ആകും. ഫസുബ്ഹാനല്ലദീ ബിയദിഹി മലകൂതു കുല്ലി ഷൈഇൻ വഇലൈഹി തുർജഊൻ.
ഫസുബ്ഹാനല്ലദീ, ഒരുത്തൻ എത്രയോ മഹോന്നത, അള്ളാഹു എത്രയോ മഹോന്നതന. എങ്ങനത്തെ അള്ളാഹു ബിയദിഹി മലക്കൂത്തു കുല്ലി ഷൈഇൻ, എല്ലാ കാര്യങ്ങളുടെയും എല്ലാ വസ്തുക്കളുടെയും അധികാരം ആ ഒരുത്തൻ്റെ കയ്യിലാണ്. അങ്ങനത്തെ അള്ളാഹു എത്രയോ മഹോന്നതനാകുന്നു. ആ അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു. വഇലൈഹി തുർജഊൻ, മടക്കം, എല്ലാ കാര്യത്തിൻ്റെയും മടക്കം. സ്കൂൾ വിട്ട് നമ്മൾ വീട്ടിലേക്ക് മടങ്ങുന്നത് പോലെ, കോളേജ് വിട്ട് വീട്ടിലേക്ക് മടങ്ങുന്നത് പോലെ, അല്ലെങ്കിൽ നമ്മൾ അങ്ങാടിയിൽ പോയിട്ട് വീട്ടിലേക്കോ അല്ലെങ്കിൽ കോളേജിലേക്കോ ഞങ്ങളെ വാസസ്ഥലത്തേക്ക് മടങ്ങുന്നത് പോലെ അല്ല, അവസാനമടക്കം അള്ളാഹുവിലേക്കാകുന്നു. വഇലൈഹി തുർജഊൻ, എല്ലാത്തിൻ്റെയും അവസാനമടക്കം അള്ളാഹുവിലേക്കാകുന്നു. അങ്ങനത്തെ അള്ളാഹു എത്ര പരിശുദ്ധവാനാകുന്നു എന്ന് പറഞ്ഞിട്ടാണ് സൂറത്തു യാസീൻ ഇവിടെ അവസാനിക്കുന്നത്. അപ്പോൾ അൽഹംദുലില്ലാഹ് നമ്മുടെ ഈ സൂറത്തു യാസീൻ ഇവിടെ അവസാനിച്ചു. ഇത് നമ്മൾ തുടക്കം മുതൽ അവസാനം വരെ ഇതിൻ്റെ അർത്ഥങ്ങൾ പറഞ്ഞിരുന്നു, ഇതിലുള്ള ഒന്ന് സംഭവങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. വിശദമായ തഫ്സീറുകൾ മറിച്ച് നോക്കിയാൽ കൃത്യമായിട്ടും ഓരോ ആയത്തിൻ്റെയും വിശദമായ തഫ്സീറുകളൊക്കെ ഉണ്ട്. പക്ഷേ നമ്മളതിലേക്കൊന്നും പോയിട്ടില്ല, വെറും അർത്ഥങ്ങളും അതിൽ പറഞ്ഞ കാര്യങ്ങളും സൂചിപ്പിച്ചത്. അപ്പോൾ ഇതിലിപ്പോൾ 4-5 ക്ലാസ്, നമ്മൾ 2-3 ക്ലാസ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ ക്ലാസ്സൊക്കെ മുഴുവനായിട്ട് കേട്ടാലേ പരിശുദ്ധ സൂറത്തുൽ യാസീൻ കൃത്യമായിട്ട് നമ്മൾ ഓതുമ്പോൾ അതിൻ്റെ അർത്ഥങ്ങൾ അങ്ങനെ ആലോചിച്ച് ഓതാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ഇൻഷാ അല്ലാഹ് ഇനി അടുത്തതായിട്ട് നമുക്ക് സൂറത്തുൽ കഹ്ഫ് മറ്റേതെങ്കിലും സൂറത്തുകളൊക്കെ എടുക്കാം. സൂറത്ത് യാസീൻ ഇവിടെ അവസാനിക്കുന്നു. വാഹിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.